ഈ സെഷനിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഗ്ലോബ് നിരീക്ഷിക്കാനും ഏതെല്ലാം രാജ്യങ്ങളാണ് നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ളതെന്നും ഏതൊക്കെ രാജ്യങ്ങൾ സദേൺ ഹെമിസ്ഫിയറിൽ വരുമെന്നും പഠിക്കും. ഈ സെഷന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് നോർത്ത് സൗത്ത് ഹെമിസ്ഫിയറുകൾ ഏതെന്നറിയാനും നോർത്ത് സദേൺ ഹെമിസ്ഫിയറിലെ രാജ്യങ്ങൾ കണ്ടെത്താനും കഴിയും. ഭൂമധ്യരേഖയെ ഏകദേശം 2 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നു. ഇവയാണ് അർദ്ധഗോളങ്ങൾ എന്നറിയപ്പെടുന്നത്. 2 അർദ്ധഗോളങ്ങൾക്കും വിപരീത സീസണുകളുണ്ട്. രണ്ടിലും രാത്രി ആകാശം വളരെ വ്യത്യസ്തമായി കാണപ്പെടും. 0 ഡിഗ്രി അക്ഷാംശം മുതൽ 90 ഡിഗ്രി വടക്ക് വരെ നോർത്ത് പോൾ വരെ രൂപപ്പെടുത്തുന്ന ഭൂമിയുടെ വടക്കൻ പകുതിയാണ് നോർത്തേൺ ഹെമിസ്ഫിയർ. 0 ഡിഗ്രി അക്ഷാംശം മുതൽ 90 ഡിഗ്രി തെക്ക് വരെ ആരംഭിച്ച് സൗത്ത് പോൾ വരെ രൂപപ്പെടുത്തുന്ന ഭൂമിയുടെ തെക്കൻ പകുതിയാണ് സദേൺ ഹെമിസ്ഫിയർ. ലോക ജനസംഖ്യയുടെ 87% വരുന്ന നോർത്തേൺ ഹെമിസ്ഫിയറിനെ കാണിച്ചിരിക്കുന്ന വേൾഡ് മാപ്പ് നോക്കൂ. ലോകത്തിലെ ഭൂപ്രദേശത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണിത്. ഭൂമിയുടെ 7 ഭൂഖണ്ഡങ്ങളിൽ 5 എണ്ണം പൂർണ്ണമായോ ഭാഗികമായോ ഈ അർദ്ധഗോളത്തിലാണ്. വടക്കേ അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ വൻകരകൾ മുഴുവനായും, ഏഷ്യയുടെ ഭൂരിഭാഗവും, ആഫ്രിക്കയുടെ 2/3 ഭാഗവും, തെക്കേ അമേരിക്കയുടെ വടക്കൻ ഭാഗവും ഇതിൽ ഉൾപ്പെടുന്നു. ജനസംഖ്യ പ്രകാരം ഏറ്റവും വലിയ 3 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സദേൺ ഹെമിസ്ഫിയറിനേക്കാൾ കൂടുതൽ രാജ്യങ്ങൾ നോർത്തേൺ ഹെമിസ്ഫിയറിലുണ്ട്. ഇന്ത്യ, ചൈന, അമേരിക്ക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭൂമിശാസ്ത്രപരമായി ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ. ഇത് ഭൂമിയുടെ മൊത്തം കരഭാഗത്തിന്റെ ഏകദേശം 11% വരും. 5 ലോകസമുദ്രങ്ങളിൽ 4 എണ്ണം നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. പസഫിക്, ആർട്ടിക്, ഇന്ത്യൻ, അറ്റ്ലാന്റിക് സമുദ്രം എന്നിവയാണ് ഇവ. സദേൺ ഹെമിസ്ഫിയറിനേക്കാൾ ലോക ജനസംഖ്യയുടെ 13% മാത്രമാണ് നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ളത് എന്നത് ശ്രദ്ധേയമാണ്. ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക എന്നീ ഭൂഖണ്ഡങ്ങൾ പൂർണ്ണമായും സദേൺ ഹെമിസ്ഫിയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ തെക്കേ അമേരിക്കയുടെ ഭൂരിഭാഗവും ആഫ്രിക്കയുടെ 1/3 ഭാഗവും ഭൂഗോളത്തിന്റെ സദേൺ പാർട്ടിലാണ്. സദേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. ഭൂമിശാസ്ത്രപരമായി ഏറ്റവും വലിയ രാജ്യം ബ്രസീലാണ്. അതേസമയം ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും സദേൺ ഹെമിസ്ഫിയറിലെ പടിഞ്ഞാറൻ രാജ്യങ്ങളായി കണക്കാക്കപ്പെടുന്നു. പൂർണ്ണമായും സദേൺ ഹെമിസ്ഫിയറിൽ സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു സമുദ്രമാണ് തെക്കൻ മഹാസമുദ്രം. ആർട്ടിക് സമുദ്രം ഒഴികെ പസഫിക്, ഇന്ത്യൻ, അറ്റ്ലാന്റിക് സമുദ്രങ്ങളും ഭൂഗോളത്തിന്റെ തെക്കൻ പകുതിയിലാണ്. നോർത്തേൺ സദേൺ ഹെമിസ്ഫിയറിലെ സീസണുകൾ നേർവിപരീതമാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ സീസൺ ആകുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസൺ ആണ്. ഭൂമിയുടെ അച്ചുതണ്ട് സൂര്യന് ചുറ്റും അതിന്റെ പരിക്രമണ പാതയുമായി ബന്ധപ്പെട്ട് ചരിഞ്ഞതാണ് ഇതിന് കാരണം. ഇത് അച്ചുതണ്ടിന്റെ ചരിവ് അഥവാ ആക്സിയൽ ടിൽറ്റ് എന്നറിയപ്പെടുന്നു. ഓരോ അർദ്ധഗോളവും വർഷത്തിൽ വിപരീത സമയങ്ങളിൽ സൂര്യന് നേരെ അടുക്കുകയും അകലുകയും ചെയ്യുന്നു. അതിനാൽ ലോകത്തിന്റെ നോർത്ത് പകുതിയിൽ വിന്റർ സീസൺ ആകുമ്പോൾ സൗത്ത് പകുതിയിൽ സമ്മർ സീസൺ ആയിരിക്കും. കാലം കഴിയുമ്പോൾ നേർ വിപരീതമാകും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസൺ ആരംഭിക്കുന്നത് മാർച്ച് ഇക്വിനോക്സിലും, സമ്മർ സീസൺ ജൂൺ സോൾസ്റ്റിറ്റൈസ് ആയും, ഓട്ടം സീസൺ സെപ്റ്റംബർ ഇക്വിനോക്സിലും, വിന്റർ സീസൺ ഡിസംബർ സോൾസ്റ്റിറ്റൈസിലും ആരംഭിക്കുന്നു. നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ കൂടുതൽ സൺലൈറ്റ് ലഭിക്കുന്നു. സദേൺ ഹെമിസ്ഫിയറിൽ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ കൂടുതൽ സൺലൈറ്റ് ലഭിക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും സീസണുകൾ സമമായല്ല ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് നോർത്തേൺ ഹെമിസ്ഫിയറിലെ സമ്മർ സീസണിന് സദേൺ ഹെമിസ്ഫിയറിലെ സീസണുകളേക്കാൾ ദൈർഘ്യം കൂടുതലാണ്. കാരണം ഡിസംബറിനെ അപേക്ഷിച്ച് ജൂലൈയിൽ ഭൂമി സൂര്യനിൽ നിന്ന് അല്പം അകലെയാണ്. ഇത് കൂടാതെ ഈ സമയത്ത് ഭ്രമണപാതത്തിലെ സഞ്ചാരം കുറച്ചുകൂടി സാവധാനത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ നോർത്തേൺ സദേൺ ഹെമിസ്ഫിയറിനെ കുറിച്ച് കൂടുതൽ പരിചിതമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ധാരണ പരിശോധിക്കാൻ ചെറിയൊരു ടാസ്ക് ചെയ്യാം. ഇതിന് നിങ്ങളുടെ മുൻപിൽ ഒരു ഗ്ലോബ് മോഡലോ വേൾഡ് അറ്റ്ലസോ കരുതുക. നോർത്തേൺ ഹെമിസ്ഫിയറിലെ രാജ്യങ്ങൾ കണ്ടെത്തുകയും
ടേബിളുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ആദ്യമായി ചെയ്യേണ്ടത്. സദേൺ ഹെമിസ്ഫിയറിലെ രാജ്യങ്ങൾ കണ്ടെത്തി ടേബിളിൽ രേഖപ്പെടുത്തുക എന്നതാണ് അടുത്തതായി ചെയ്യേണ്ടത്. ഒരു ഗ്ലോബ് നിരീക്ഷിക്കാനും ഏതെല്ലാം രാജ്യങ്ങളാണ് നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ളതെന്നും ഏതൊക്കെ രാജ്യങ്ങളാണ് സദേൺ ഹെമിസ്ഫിയറിൽ വരുന്നതെന്നും ഈ സെഷനിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നോർത്തേൺ സദേൺ ഹെമിസ്ഫിയറുകളെക്കുറിച്ച് കൂടുതൽ അറിയാനും നോർത്തേൺ സദേൺ ഹെമിസ്ഫിയറിലെ രാജ്യങ്ങൾ കണ്ടെത്താനും നിങ്ങൾക്ക് ഇപ്പോൾ കഴിയണം.